വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിനല്ല. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അഭിമാനം ഏതിലാണ് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതൽ കർത്താവിനെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ്. വിളിക്കപ്പെട്ടവൻ വിളിച്ചവനെ ആത്മാർത്ഥമായി സേവിക്കുകയും അവന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവനുമായി തീരണം. അപ്പോസ്തലന്മാരുടെ ജീവിതം കർത്താവിന് പ്രസാദകരമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്, ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു എന്നതാണ്. അവരുടെ ശ്രമം കർത്താവിനെ പ്രസാദിപ്പിക്കുകയും ദൈവത്തിനും മനുഷ്യനും കൊള്ളാകുന്നവരുമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. നമ്മുടെയും ആഗ്രഹവും ശ്രമവും വിളിച്ച കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമായിരിക്കണം. അപ്പോസ്തലന്മാരെ പോലെ ശിഷ്യരാക്കപ്പെട്ട നമുക്കും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവർ എന്ന് അഭിമാനിക്കുവാൻ കഴിയണം. ഇന്ന് പ്രിയരെ, നമുക്ക് ഏതിലാണ് അഭിമാനിക്കുവാൻ കഴിയുന്നത്? പലർക്കും പലതിലാണ് അഭിമാനം. ഏതിലൊക്കെ അഭിമാനിച്ചിട്ടും ഒരു കാര്യവുമില്ല. നാം അഭിമാനിക്കേണ്ടത് നമ്മുടെ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നതിലായിരിക്കണം.
ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എന്ന അഭിമാനം കൈക്കൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ. പ്രിയരെ, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നാം ക്രിസ്തുവിനെ അപമാനിക്കുന്നുവോ എന്ന് പരിശോധിച്ചറിയണം. നാം ദൈവത്തിന് മഹത്വമുള്ള ആരാധന അർപ്പിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമാണ്. നാം ദൈവത്തിൻ്റെ വചനം, നമ്മോടുള്ള ആലോചന, നമ്മെക്കുറിച്ചുള്ള ദൈവഗീതം എന്നിവയൊക്കെ ഏറ്റെടുക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങളാണ്. നാം ആത്മാക്കളെ നേടുന്നത്, സുവിശേഷത്തിന് പ്രചാരകരാകുന്നത്, നാം നന്മ ചെയ്യുന്നത്, എളിയവരെ ആദരിക്കുന്നതൊക്കെ ദൈവത്തിന് പ്രസാദകരമാണ്. നാം രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്, സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്നും ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലെ പരമപ്രധാനമായ ഉപദേശങ്ങളാണ് ആ വാക്യങ്ങളിൽ നാം കേട്ടത്. ദൈവത്തിന് പ്രസാദകരമായ മറ്റൊരു വിഷയം പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിലാണ്. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. നോക്കൂ പ്രിയരെ, ഇപ്രകാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അനുകൂലമായുള്ള ധാരാളം വിഷയങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉള്ളത് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ അത് തള്ളിക്കളയാതെ ദൈവപ്രസാദം നേടുവാനുള്ള അവസരങ്ങളാക്കി അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എബ്രായ ലേഖനം 12 വായിക്കുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവർ ദൈവത്തിന് പ്രസാദകരമായ ആരാധന അർപ്പിക്കണം. പ്രിയരെ, ആ ആരാധന ജീവനും വിശുദ്ധിയും ഉള്ളതും ദൈവത്തിന് പ്രസാദകരമായ യാഗമായിട്ട് അർപ്പിക്കുമ്പോൾ ദൈവം അവരിൽ പ്രസാദിക്കുവാൻ ഇടയായിത്തീരും. അർപ്പിക്കുന്നവന്റെ മേലും അർപ്പിക്കുന്നതിൻ്റെ മേലും ദൈവം പ്രസാദിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അർപ്പിക്കപ്പെടുന്ന ആരാധന പ്രിയരെ ചടങ്ങ് മാത്രമാകരുത്. പ്രസാദകരമായ ആരാധനയ്ക്ക് 3 വ്യവസ്ഥകളുണ്ട്. ആ 3 വ്യവസ്ഥകളും പാലിക്കപ്പെടുന്ന യാഗമാണ് ദൈവം അംഗീകരിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നുള്ളതാണ്. ആരാധനയിൽ ജീവൻ വേണം, വിശുദ്ധി വേണം, ദൈവപ്രസാദവും വ്യാപരിക്കണം. ഇതിനുദാഹരണമാണ് ഹാബേലിന്റെ ആരാധന. യാഗത്തിന്റെ 3 വ്യവസ്ഥകളും പാലിച്ചുള്ള ഈ ആരാധനയാണ് ഹാബേൽ ദൈവത്തിന് അർപ്പിച്ചത്. ഹാബേലിന്റെ യാഗമൃഗത്തിന് ജീവനുണ്ടായിരുന്നു. ജീവനുള്ള ആടിനെയാകണം യാഗമർപ്പിക്കേണ്ടത് എന്നത് ഹാബേൽ തിരിച്ചറിഞ്ഞിരുന്നു. യാഗമൃഗം വിശുദ്ധമായിരുന്നു. കടിഞ്ഞൂലൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമാണ് എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ഹാബേൽ യാഗമർപ്പിച്ചത് ഒരു കടിഞ്ഞൂലിനെയാണ്. യാഗത്തിന്റെ മേധസ്സിലാണ് ദൈവം പ്രസാദിച്ചിരുന്നത്. മേധസ്സുള്ള ഒരു ആടിനെയാണ് ഹാബേൽ യാഗമർപ്പിക്കുവാൻ ദൈവത്തിന്റെ മുൻപാകെ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ കയീൻ ഈ വ്യവസ്ഥകളൊന്നും തൻ്റെ ആരാധനയിൽ പാലിച്ചിരുന്നില്ല. കയീൻ യാഗമെന്ന ഒരു ചടങ്ങ് ക്രമീകരിക്കുകയായിരുന്നു ചെയ്തത്.
എന്നാൽ ഹാബേൽ യാഗപീഠത്തോട് ദൈവഹിതപ്രകാരം മനസ്സും ഹൃദയവും ശരീരവും കൊണ്ട് ചേർന്ന് നിന്ന് ദൈവപ്രസാദത്തിനായി പ്രവർത്തിച്ചു. അനന്തരഫലമോ ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. ഇതുപോലെ തന്നെ പുതിയ നിയമ ആരാധനക്കാരായ നാം ഓരോരുത്തരും ആരാധനയുടെ യാഗപീഠമൊരുക്കി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും യാഗപീഠത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഹൃദയംഗമായി ആത്മാർത്ഥമായി ആത്മാവിൽ പ്രവർത്തിക്കുവാൻ ഇടയാകണം. ശരീരം കൊണ്ടും ദൈവത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമർപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് മാറേണ്ടതുണ്ട്. കൂടപ്പിറപ്പുകളെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെന്ന് നമുക്ക് അഭിമാനിക്കുവാൻ കഴിയുന്നവരാക്കപ്പെടേണ്ട നാം ഓരോരുത്തരും. നാം ഒരിക്കലും ദൈവത്തെ കോപിപ്പിക്കുന്നവരും ദുഃഖിപ്പിക്കുന്നവരുമാകാതെ വിശുദ്ധ ആരാധനയും വിശുദ്ധ ജീവിതവും ആത്മീയ നടത്തിപ്പും നമുക്ക് അപമാനകരമാണെന്ന് നാം കരുതാതെ അത് നമുക്ക് അഭിമാനകരവും ദൈവത്തിനത് പ്രസാദകരവുമാണെന്നും തിരിച്ചറിയുകയും അതിൻ പ്രകാരം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നവരായും തീർന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇടയായിത്തീരട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്നു. ഞങ്ങളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അങ്ങയോടടുത്ത് നിന്ന് അങ്ങയ്ക്ക് പ്രസാദകരമാകുന്ന യാഗം ആരാധന അർപ്പിച്ച് അങ്ങയുടെ പ്രസാദം സ്വീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ശ്രമത്തെ മാനിക്കണമേ. ഞങ്ങളുടെ ആരാധനയെ കൈക്കൊള്ളുമാറാകണമേ. ഞങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം വലിയവ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്നിൻ്റെ ആവശ്യങ്ങളാകുന്ന ചില സൗഖ്യങ്ങളും ചില മറുപടികളും ചില അനുഗ്രഹങ്ങളും വിടുതലുകളും ഒക്കെ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. അർഹതപ്പെട്ടവരുടെ മേലത് പകരണമേ. ദൈവകൃപയാൽ നിറയ്ക്കണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പശ്ചാത്തലം തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ഞാനൊട്ടും പിന്മാറുമില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ, ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിരനല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അതിരനല്ല. സാത്താന്റെ ശക്തി എന്റെ ശാപബന്ധനത്തിന്റെ ജയം എനിക്കുണ്ട്. സാത്താന്റെ ശക്തി എന്നെ